സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക്. എല്ലാ ബില്ലുകളെയും പോലെ ട്രാൻസ്ജെൻഡർ ബില്ലും ചർച്ചകളൊന്നും കൂടാതെ ആരുടെ പരാതിയും പരിഭവവും കേൾക്കാതെ പാർലമെന്റിൽ പാസ്സായി ഇപ്പോൾ നിയമവുമായി. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നിയമമാണ് ഇതെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് പോലും ഇതിനെതിരെ ശക്തമായ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള നാഷണൽ കൗൺസിൽ ഫോർ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് എന്ന നിയമപരമായ സംവിധാനത്തിന് പറയാനുള്ളത് പോലും ആരും കേട്ടില്ല. ഈ കൗൺസിലിൽ നിന്ന് ഉത്തരവാദപ്പെട്ടവർ രാജിവെച്ചു പോയതും ആർക്കും വിഷയമായില്ല. ഇത്തരം അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരും നിയമത്തിനെതിരെ ശക്തമായാണ് പ്രതിഷേധിക്കുന്നത്. സ്വയം പ്രഖ്യാപിതരായി ട്രാൻസ്ജെൻഡർ ആവാൻ ആർക്കും സാധിക്കില്ല എന്നതാണ് പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ കുഴപ്പമെന്നാണ് വിമർശനം. ഒരു മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം സർക്കാർ അംഗീകരിച്ച മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശത്തിൽ മാത്രമേ ജില്ലാ മജിസ്ട്രേറ്റിന് ഇത്തരം സർട്ടിഫിക്കറ്റുകൾ നൽകാനാവൂ. ഒരു മെഡിക്കൽ പരിശോധനയിലൂടെ ഒരാളുടെ ജെൻഡർ എങ്ങനെ തീരുമാനിക്കാനാവും എന്നൊരു സംശയവും നിലനിൽക്കുന്നുണ്ട്. ഇത്തരം സർക്കാർ അംഗീകൃത മെഡിക്കൽ ബോർഡുകൾ വർഷത്തിൽ എത്ര തവണ യോഗം ചേരും, എത്ര അപേക്ഷകൾ പരിഗണിക്കും എന്ന കാര്യത്തിലൊന്നും യാതൊരു കണക്കുമില്ല. ചുരുക്കി പറഞ്ഞാൽ അപേക്ഷയുമായ ആളുകൾ ചിലപ്പോൾ വർഷങ്ങളോളം കാത്തു നിൽക്കേണ്ടി വരുമെന്നർത്ഥം. ഒരു വ്യക്തിയുടെ സ്വത്വം തീരുമാനിക്കാനുള്ള പ്രക്രിയ എത്തരത്തിലായിരിക്കും ഒരാളെ ബാധിക്കുക എന്നതും ഗുരുതരമായ പ്രശ്നമാണ്. ഒരു സർക്കാർ സംവിധാനം വഴി അയാളുടെ അല്ലെങ്കിൽ അവളുടെ ലൈംഗികാഭിമുഖ്യം വിലയിരുത്തുന്നതിലെ അപകടം വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിലുള്ള ഹിന്ദു ധർമ്മ വിധി പ്രകാരമുള്ള എല്ലാ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളെയും അംഗീകരിക്കുകയാണ് ഈ നിയമ ഭേദഗതി ചെയ്യുന്നത് എന്ന ആരോപണവും നിലനിൽക്കുന്നു. ഹിജഡ, ജോക്ത, അരവാണി തുടങ്ങിയ വിഭാഗങ്ങളിൽ പെടുത്തിയാണ് ഈ ഭേദഗതി ഇത്തരക്കാരെ അംഗീകരിക്കുന്നത്. അതേസമയം ദക്ഷിണേന്ത്യക്കാരും വടക്ക് കിഴക്കൻ പ്രദേശത്തുള്ളവരും വിളിക്കുന്ന പേരുകളോ മറ്റോ നിയമത്തിൽ അംഗീകരിക്കുന്നില്ല എന്നൊരു ആരോപണവും ഉണ്ട്. നിലവിൽ സ്വന്തം തെരഞ്ഞെടുപ്പ് അധികാരം ഉപയോഗിച്ച് സ്വയം ട്രാൻസ്ജെൻഡറായി പ്രഖ്യാപിച്ച് ജീവിച്ചു വരുന്നവരുടെ കാര്യത്തിൽ എന്തായിരിക്കും തീരുമാനം എന്നതിലും ആശങ്കകളുണ്ട്. 2019 നിയമപ്രകാരം സർക്കാർ 32,000 ട്രാൻസ്ജെൻഡർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. 2000-ഓളം അപേക്ഷകൾ സമയം കാത്ത് കിടപ്പുമുണ്ട്. ഇവയുടെ അവസ്ഥയെക്കുറിച്ചും ആശങ്ക നിലനിൽക്കുന്നു. ഭവാനിപൂർ മണ്ഡലത്തിൽ നിന്നായിരുന്നു മമതാ ബാനർജി ജയിച്ചത്. 2021 അവർക്ക് കിട്ടിയത് 58,832 വോട്ടിന്റെ ലീഡ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിന് അവിടെ നിന്ന് കിട്ടിയത് 8,291 വോട്ടിന്റെ ഭൂരിപക്ഷം. പക്ഷെ പുതിയ SIR ഏർപ്പാടിൽ 47,000 ആളുകളെയാണ് ഇവിടെ വോട്ടർ ലിസ്റ്റിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്. 14,000 പേർ അന്തിമ വിധിക്കായി കാത്തിരിക്കുന്നു. ഒരു വോട്ടേ മണ്ഡലത്തിലുള്ളൂവെങ്കിലും താൻ വിജയിക്കുമെന്നാണ് മമതയുടെ പ്രഖ്യാപനമെങ്കിലും സംഗതിയുടെ പോക്ക് അത്ര കണ്ട് സുഖകരമല്ലെന്ന് മമതയ്ക്കും നാട്ടുകാർക്കുമൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഏപ്രിൽ 23 മുതൽ 29 വരെയാണ് പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ മുന്നോടിയായുള്ള തീവ്ര പരിശോധനയുടെ ഭാഗമായി വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താവുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ്. നേരത്തെ 7.66 കോടി വോട്ടർമാരുണ്ടായിരുന്നിടത്ത് ഇപ്പോഴത് 7.04 കോടിയായി ചുരുങ്ങിയിരിക്കുകയാണ്. പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന ലിസ്റ്റിൽ വെട്ടിക്കളഞ്ഞവരെ കുറിച്ചോ കൂട്ടിച്ചേർത്തവരെ കുറിച്ചോ കൃത്യമായി പ്രതിപാദിക്കുന്നുമില്ല അത്രേ. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണ് ഈ ഒഴിവാക്കലുകൾ ഏറെയും സംഭവിച്ചിരിക്കുന്നതെന്നും സ്ത്രീകളാണ് കൂടുതലായും ഒഴിവാക്കപ്പെട്ടതെന്നും ഇക്കാര്യം പഠിക്കുന്നവർ സൂചിപ്പിക്കുന്നു. അവരുടെ കണ്ടെത്തൽ വേറെയും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഹിയറിങ്ങിനായി കാത്തിരിക്കുന്ന 10ൽ 9 ജില്ലകളിലെ ആകെ വോട്ടർമാരിൽ പകുതിയും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. അതിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള മുർഷിദാബാദിൽ, മാൾഡ, പർഗാനാസ് എന്നിവയൊക്കെ ഈ ലിസ്റ്റിൽ പെടുന്ന സ്ഥലങ്ങളാണ്. പുരുഷന്മാരെക്കാൾ 7% ഒഴിവാക്കപ്പെട്ട സ്ത്രീകളുടെ എണ്ണം. അടക്കമുള്ള സാങ്കേതിക വിദ്യകളും ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമില്ലായ്മയുമാണ് കാര്യങ്ങൾ ഇത്തരത്തിൽ വഷളാക്കിയിരിക്കുന്നത്. നേരത്തെ ഇത്തരത്തിലുള്ള ഒരു കൂട്ട വെട്ടിനിരത്തൽ സംഭവിച്ചത് ബീഹാറിലായിരുന്നു. വെട്ടിനിരത്തപ്പെട്ടവർക്ക് കൂട്ടിച്ചേർക്കാനോ പരാതിപ്പെടാനോ സമയം നൽകാതെയായിരുന്നു അവിടുത്തെ ഇടപെടൽ. അവിടെയും കിഷൻഗഞ്ച്, പൂർണിയ, കത്തിഹാർ, അറാറിയ തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിലായിരുന്നു വെട്ടിനിരത്തൽ കൂടുതലും നടന്നത്. ഫലമോ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ NDA അധികാരത്തിൽ വന്നു. ബംഗാളിലെ ഒരു സ്കൂൾ അധ്യാപികയായ മഹുവ ഇസ്ലാമും റിട്ടയർഡ് പ്രൊഫസറായ അബ്ദുൽ ഗനിയും അവരുടെ മകൾക്കിട്ട പേര് അമൃത പ്രിയദർശിനി. ആ പേര് കാരണം ബയോഫിസിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ മിടുക്കിയായ ഒരു പെൺകുട്ടി സംശയാസ്പദമായ വോട്ടർമാരുടെ ലിസ്റ്റിലാണ് ഉള്ളത്. ഹിയറിങ്ങിന് ചെല്ലണമെന്ന BLOയുടെ അറിയിപ്പ് കിട്ടി എല്ലാ രേഖകളുമായി അവർ ചെന്നിരുന്നു. 2019-ലും 21-ലും 24-ലും അവർ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾ വോട്ടറാകുമോ, ഇന്ത്യൻ പൗരയാണെന്ന് തെളിയിക്കാനാകുമോ എന്ന ഭയപ്പാടിലാണ് ജീവിക്കുന്നത്. കാരണമായി അവരുടെ രക്ഷിതാക്കൾ പറയുന്നത്
അവൾക്ക് സർനെയിം ഇല്ല എന്നതാണ്. എല്ലാവർക്കും സർനെയിം വേണമെന്ന് നിബന്ധനയൊന്നുമില്ലെങ്കിലും ഈ ലിസ്റ്റ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന AI അൽഗോരിതം അനുസരിച്ച് ബംഗാളിൽ സർനെയിം ഇല്ലാത്ത ഒരാൾ സംശയാസ്പദമായ വോട്ടറാണ്. ഇതാണ് അമൃതയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷെ എന്നാലും ഈ പെൺകുട്ടി ഇപ്പോഴും രേഖയ്ക്ക് പുറത്താണ് ഉള്ളത്. SIRനെ പിന്തുണച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പറഞ്ഞ വാചകം ബംഗാളികളെ കുറച്ചൊന്നുമല്ല ഭയപ്പെടുത്തുന്നത്. ഞങ്ങളിത് ഉപയോഗിച്ച് വ്യാജന്മാരെ കണ്ടെത്തും, ഒഴിവാക്കും, കയറ്റി അയക്കും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ബംഗാളിന്റെ കാര്യത്തിൽ കേന്ദ്രം ഭരിക്കുന്ന BJPക്കുള്ള അമിത താല്പര്യമാണ് ഇലക്ഷൻ കമ്മീഷന് കൂട്ടുപിടിച്ച് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് മമതാ ബാനർജിയുടെയും മറ്റുള്ളവരുടെയും ആരോപണം. ഈ വിഷയത്തെ രാഷ്ട്രീയമായി കണ്ടതിന്റെ ഫലമായി നിരവധി പേർ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയും ബംഗാളിലുണ്ടായി. വോട്ടർ ലിസ്റ്റിൽ പേരില്ലാതാവുന്നതോടെ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധികൾ ഓർത്തും ഭരണകൂടത്തിന്റെ ഇംഗിതത്തിന് വഴങ്ങിക്കൊടുക്കാത്തതുകൊണ്ടുള്ള ഉദ്യോഗ പീഡനത്താലും നിരവധി ആത്മഹത്യകളാണ് അവിടെ സംഭവിച്ചത്. ഭരണകൂടം മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ പാലിക്കാനാവാതെയും ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അത്രേ. വളരെ വേഗത്തിൽ ജോലികൾ തീർക്കാനും പരാതിപ്പെടാനും ഹിയറിങ്ങിനും വളരെ സമയം കുറച്ചു കൊടുത്ത് ആളുകൾ ഒഴിവാക്കാൻ ശ്രമിക്കണം എന്നാണ് അത്രേ ഇവർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശങ്ങളുടെ അർത്ഥം. ഇതിനായി പാടുപെടേണ്ടി വരുമ്പോഴാണ് മാനസിക സമ്മർദ്ദത്താൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്. പട്ടികജാതിയിൽപ്പെട്ട ഒരാൾ മതം മാറുന്നതോടെ അയാളുടെ ജാതീയമായ ആനുകൂല്യങ്ങളും പട്ടികജാതി എന്ന പദവിയും നഷ്ടമാവുമെന്ന് സുപ്രീം കോടതി. അതേസമയം പട്ടികവർഗത്തിന്റെ പദവി അത്തരത്തിൽ നഷ്ടമാവുന്നില്ല അത്രേ. പട്ടികവർഗത്തിൽപ്പെട്ട ഒരാൾക്ക് ആ പദവി നഷ്ടമാവണമെങ്കിൽ മതം മാറിയതിന് ശേഷം അയാൾ തൻ്റെ വർഗത്തിന്റെ സ്വത്വവും ആചാരങ്ങളും കർമ്മങ്ങളും സാമൂഹിക ജീവിതവും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ആ വർഗത്തിൽ തുടരാം. അവരവരുടെ ഗോത്ര സമൂഹം പുറത്താക്കരുത് എന്ന് മാത്രം. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി വിധിക്കെതിരെ ചില വിമർശനങ്ങൾ ഉയരുന്നതും. പട്ടികവർഗത്തിന്റെ കാര്യത്തിൽ സാമൂഹ്യപരമായ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ തയ്യാറാവുകയും ഒരാൾ പ്രാർത്ഥന മാറ്റുന്നതോടെ അയാളുടെ ചരിത്രപരമായ സ്വത്വമോ അരികവൽക്കരിക്കപ്പെടലോ മാറുന്നില്ല എന്ന് വിലയിരുത്തുന്ന നിയമ സംവിധാനം പട്ടികജാതിയുടെ കാര്യത്തിൽ കൃത്യമായ നേർരേഖയിലൂടെയാണ് കാര്യങ്ങൾ കാണുന്നത്. അത്തരക്കാർ മതം മാറുമ്പോഴേക്കും അവർ നൂറ്റാണ്ടുകളായ സഹിച്ചുവന്ന പീഡനങ്ങളും അവഗണനയും അടിച്ചമർത്തലും ഇല്ലാതാവുമെന്നാണ് കണക്കുകൂട്ടൽ. ഇതെങ്ങനെ ശരിയാകുമെന്നാണ് വിമർശകർ ഉയർത്തുന്ന ചോദ്യം. ഇന്നത്തെ ഇന്ത്യ സ്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.